സെക്രട്ടേറിയറ്റിന് മുന്നിൽ ചോര കൊണ്ട് പ്ലക്കാർഡ് എഴുതി പ്രതിഷേധിച്ച് സിപിഒ റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികൾ. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി പൂർത്തിയാകാൻ വെറും 3 പ്രവൃത്തി ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. ഉദ്യോഗാർത്ഥികളുടെ നിരാഹാര സമരവും തുടരുകയാണ്. ഈ മാസം 19-ന് അവസാനിക്കുന്ന വനിതാ സിപിഒ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടുക, നിയമനം വേഗത്തിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഉദ്യോഗാർത്ഥികളുടെ സമരം. നിരാഹാര സമരം കടുപ്പിക്കുമ്പോൾ രക്തം കൊണ്ട് പ്ലക്കാർഡ് എഴുതിയും പ്രതിഷേധിക്കുകയാണ് ഇവർ. റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ 5 ദിവസങ്ങൾ മാത്രം ശേഷിക്കുമ്പോൾ സർക്കാർ ഉദ്യോഗാർത്ഥികളെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല. അവസാന ദിവസമെങ്കിലും സർക്കാർ കനിയുമെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷ. ഇനിയിപ്പോ ഒരു 5 ദിവസം മാത്രമേ ഞങ്ങളുടെ മുന്നിലുള്ളൂ. അത് 3 ദിവസം പ്രവൃത്തി ദിവസം ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പ്രതീക്ഷ ഇപ്പോഴും അസ്തമിച്ചിട്ടില്ല. 5 ദിവസം ഉണ്ടല്ലോ. കാരണം കഴിഞ്ഞ ലിസ്റ്റുകാർക്ക് 2 ദിവസം മുന്നെയാണ് സർക്കാർ ബൾക്കായിട്ട് ഒരു വേക്കൻസി കൊടുത്തത്. അത് സർക്കാരിന്റെ നയം എങ്ങനെയാണെന്ന് നമുക്ക് പോലും അറിയത്തില്ല. ചിലപ്പോൾ തലേ ദിവസം നമുക്ക് തന്നേക്കാം, ചിലപ്പോൾ അന്ന് തന്നെ തന്നേക്കാം. 964 പേർ ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റിൽ നിന്ന് 30% താഴെ പേരെ മാത്രമാണ് നിയമിച്ചത്. വളരെ ബുദ്ധിമുട്ടി റാങ്ക് ലിസ്റ്റിലെത്തിയിട്ടും ജോലി ലഭിക്കാത്തതിന്റെ വിഷമവും ഉദ്യോഗാർത്ഥികൾ പങ്കുവച്ചു. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ വളരെയധികം കഷ്ടപ്പെട്ടു. ഞങ്ങളുടെ ചോര നീരാക്കി തന്നെയാണ് ഞങ്ങൾ ഈ ലിസ്റ്റിൽ ഇടം പിടിച്ചത്. വർഷങ്ങളായിട്ട് വളരെയധികം പേർക്ക് നിയമനം കൊടുത്തോണ്ട് 700-ൽ പരം ആൾക്കാർക്ക് നിയമനം കൊടുത്തോണ്ടിരുന്ന ലിസ്റ്റ് ഈ പ്രാവശ്യം മാത്രം എന്തുകൊണ്ടാണ് 292 എന്നുള്ളതിൽ ഒതുക്കിയതെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ വീട്ടിലെ ജോലികളെല്ലാം ചെയ്ത് അതിനുശേഷം കിട്ടുന്ന സമയത്ത് പഠിച്ച് അത് കഴിഞ്ഞ് ഫിസിക്കലിനും പോയിട്ടാണ് ഞങ്ങൾ ഈ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചത്. കഴിഞ്ഞ തവണയും ലാസ്റ്റ് നിമിഷം ലിസ്റ്റ് തീരുന്നതിന് 2 ദിവസം മുന്നെയാണ് അവർക്ക് ഒരു 180ഓളം വേക്കൻസി ഫ്രഷ് ആയിട്ട് കഴിഞ്ഞ ലിസ്റ്റുകാർക്ക് കൊടുത്തത്. ഞങ്ങൾക്ക് മാത്രം എന്താ ഇങ്ങനെ കാണിക്കുന്നതെന്ന് അറിയില്ല ഇതുവരെ ആയിട്ടും. സമരം ആരംഭിച്ച ഇത്രനാൾ ആയിട്ടും പ്രതിപക്ഷ സംഘടനകൾ പോലും പിന്തുണ നൽകിയില്ലെന്നും ഉദ്യോഗാർത്ഥികൾ പറയുന്നു. ഈ ആഴ്ചയിൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്തുകൊണ്ട് സർക്കാർ ഉത്തരവ് വന്നാൽ മാത്രമേ ഇവരുടെ പ്രതീക്ഷയ്ക്ക് സാധ്യതയുള്ളൂ. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.